ശലോം സഹോദരരെ, കഴിഞ്ഞ വീഡിയോയിൽ ഇസ്രായേൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്നും അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുമാണ് നമ്മൾ വിശകലനം ചെയ്തത്. എന്നാൽ ഇന്ന് ഞാൻ അതിന് വഴി തെളിച്ച ഭീകരതയുടെ മുഖം തുറന്നു കാട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ യേശുവ വരാറായ ഈ അവസാന നിമിഷത്തിൽ ഇനി നമ്മെ കാത്തിരിക്കുന്നത് സാത്താൻ്റെ ഏകലോക ഭരണമാണ്. അതിലേക്ക് ഈ ഭീകരത എങ്ങനെ വഴി തെളിയിക്കും എന്ന് കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭീകരവാദത്തിന് അഥവാ തീവ്രവാദത്തിന് മതമുണ്ടോ? ഇല്ല എന്ന് സമാധാന മതക്കാർ പറയും, അല്ലേ? എന്നാൽ ലോകത്ത് എവിടെ കൂട്ടക്കൊലയുണ്ടോ, എവിടെ ബോംബ് സ്ഫോടനമുണ്ടോ, അതിനെല്ലാം പിന്നിൽ ഇസ്ലാമിക തീവ്രവാദമാണ്. ലോകത്തെ എല്ലാ മുസ്ലിമുകളും തീവ്രവാദികളാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താണത്? എല്ലാ തീവ്രവാദികളും ഇസ്ലാം മതത്തിലുള്ളവരാണ്. അപ്പോൾ തീവ്രവാദത്തിന് നിശ്ചയമായും ഒരു മതമുണ്ട്. സമാധാന മതം എന്ന് ആവർത്തിച്ചെത്ര പറഞ്ഞാലും അതിൽ തമാശയുള്ളത് ഒരു കാര്യത്തിലാണ്. ഖുർആൻ ഫോളോ ചെയ്യുന്നവരാണോ എങ്കിൽ അവർക്ക് സമാധാനം കിട്ടണമെങ്കിൽ ആ മതത്തിൽ ചേരാത്തവരെ കൊന്നുകളയണം. എല്ലാവരെയും കൊന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും ആ സാത്താൻ മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടും എന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ പറയില്ലേ, നിന്നെ കൊന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാകൂന്ന് എന്ന് പറയുന്ന പോലെ. ഒരു മുസ്ലിം വിരുദ്ധത പടർത്താൻ വേണ്ടിയിട്ടല്ല ഞാനിത് പ്രസ്താവന ഇറക്കുന്നതും. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നെ കാട്ടിക്കളഞ്ഞോ. ഞാനൊരു മുസ്ലിം വിരുദ്ധതയല്ല നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഖുർആൻ പഠിപ്പിക്കുന്ന ചില പരാമർശങ്ങളെ വിമർശിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, കോങ്കോയിൽ ഒരു ശവസംസ്കാര ചടങ്ങിൽ 100ഓളം ക്രൈസ്തവരെ തല വെട്ടിക്കൊന്നു. തള്ളാഹു കുക്കുംബർ എന്ന് വിളിച്ചുകൊണ്ട് തല വെട്ടുമ്പോൾ ആയുധമെടുത്ത് മാനവികക്കെതിരെ പോരാടുന്നത് ആരാ? ഇസ്രായേലാണോ? നിങ്ങൾ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്ന ഇസ്രായേലാണോ? അല്ലല്ലോ, അത് ഇസ്ലാം തീവ്രവാദികളല്ലേ. ഒക്ടോബർ 7 തീവ്രവാദികൾ ഇസ്രായേലിൽ ആക്രമിച്ച കുറേ ഫോട്ടോസ് ഈ അടുത്ത് ഞാൻ കാണേണ്ടതായിട്ട് വന്നു. ഒരു സാധാരണ മനുഷ്യന് കണ്ടു നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ക്രൂരതകളായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ജീവനോടെ ഓവനിൽ വെച്ച് കത്തിച്ചവർ, മുല കുടിക്കുന്ന കുഞ്ഞിനെ എറിഞ്ഞു കളഞ്ഞ് അമ്മയെ ബലാത്സംഗം ചെയ്യുന്നവർ, ഗർഭിണിയായ സ്ത്രീയുടെ വയറ് ജീവനോട് കൂടെ തുറന്ന് ആ കുഞ്ഞിനെ ഓവനിൽ വെച്ച് ചുട്ട് തിന്നുന്നവർ എന്ന് വേണ്ട, കൂട്ടിയിട്ട് ടയറൊക്കെ ഇട്ട് കൂട്ടിയിട്ട് കത്തിച്ച് കിടക്കുന്നത്. മൃഗങ്ങൾ പോലും ഇത്ര ക്രൂരത കാണിക്കില്ല. പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റില്ല. ഇത് വേറെ വല്ല രാഷ്ട്രങ്ങളിലാണ് ഇത് നടന്നിരുന്നതെങ്കിൽ ഇതിനോടകം തന്നെ ഇതൊക്കെ മീഡിയാസ് കാണിച്ച് നമുക്ക് തന്നേനെ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ അത് കാണുന്നത്. ഇസ്രായേൽ ഇതെല്ലാം കാണിച്ച് അയ്യോ എന്ന് വലിയ വായിൽ കരയാനൊന്നും നിന്നില്ല. അവർ തങ്ങളുടെ സഹോദരങ്ങളെ കൂട്ടക്കൊല ചെയ്തവരെ സ്കെച്ചിട്ട് തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരു കരണത്തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കുക എന്ന് യേശുവ പറഞ്ഞത് സഹോദരനോടായിരുന്നു, അല്ലാണ്ട് ശത്രുവിനോടോ അത് സാത്താനോടോ ആയിരുന്നില്ല. പുരോഹിതൻ പക്ഷേ ശത്രു വന്നാലും സാത്താൻ വന്നാലും ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുക എന്ന് ഒരു ക്രിസ്ത്യാനിയെ പഠിപ്പിച്ച് ശിഖണ്ഡി വർഗമാക്കി. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കില്ല. പക്ഷേ ക്രിസ്ത്യാനി, നീ ഇതറിയണം. കാരണം അവരുടെ അടുത്ത അജണ്ട നീയാണ്. ലോകത്തെ ഏറ്റവും ചെറുത്തുനിൽപ്പ് രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞുകുട്ടി പോലും കണ്ണടച്ചു പറയും അത് ഇസ്രായേലാണെന്ന്. അതെന്തുകൊണ്ടാ? അവർ ചെറുപ്പം മുതലേ സൈനിക പരിശീലനം നേടുന്നു. അടുത്തിടെ കേരള ഗവർണർ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും സൈനിക പരിശീലനം പൊതുജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചോ? എന്തൊക്കെ വിമർശനങ്ങൾ ആ ഗവർണർ ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ പരാമർശത്തിന് ഒട്ടും ആയുസില്ലായിരുന്നു. ആ ഗവർണർ പറഞ്ഞത് നമ്മുടെ ഭരണഘടനയിലുള്ള ഒരു കാര്യമായിരുന്നു. അതായത് ഭരണഘടന ആവശ്യപ്പെട്ടാൽ എല്ലാ പൗരന്മാരും സൈനിക സേവനത്തിന് സഹായിക്കണമെന്നുണ്ട്, നിയമമാണത്.
അങ്ങനത്തെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ. അതുകൊണ്ടല്ലേ സ്കൂളിലൊക്കെ NCC പോലെ ഒക്കെ വെച്ചേക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും, കേരളം ഒന്നടങ്കം അതിനെ എതിർത്ത് പറഞ്ഞു. കാരണം എന്തായിരിക്കും? ഭീകരാക്രമണം അത് കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ പുറത്തല്ലേ നടക്കുന്നേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നേ. മണ്ടന്മാരെ, തൂമ്പ കിളച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തന് പെട്ടെന്ന് ഭീകരാക്രമണം വരുമ്പോൾ പെട്ടെന്ന് ചെന്ന് എതിരിടാനായിട്ട് പറ്റുമോ? എന്തീ കേരളത്തിൽ തീവ്രവാദികൾ ഇല്ലാഞ്ഞിട്ടാണോ? അതുകൊണ്ടാണോ? അപ്പം പെട്ടെന്ന് എതിരിടാൻ പറ്റില്ല, അതിന് പ്രാക്ടീസ് വേണം. അതുകൊണ്ടാണ് സൈനിക അവർക്ക് കൊടുക്കുന്ന മാതിരിയുള്ള പരിശീലനം പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്ന് ആ നല്ല ഗവർണർ ആവശ്യപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്യുന്നതിനെതിരെ ഈ കൊച്ചു കേരളത്തിൽ പ്രതിഷേധ റാലി ഉണ്ടാക്കുന്നത് എന്തിനാ? ഹമാസിന് ജയ് വിളിക്കുന്നത് എന്തിനാ? ഇത് ഇസ്രായേൽ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ യുദ്ധം ചെയ്യണമെന്ന് ഈ കൊച്ചു കേരളത്തിലുള്ളവർക്ക് എന്താ? നിങ്ങളോടാണോ യുദ്ധം ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു പ്രതിഷേധ റാലിയൊക്കെ കേരളത്തിൽ ഉണ്ടാക്കുന്നേ? അത് ഇസ്രായേൽ കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം നീ ചിന്തിക്ക്, ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് എല്ലാവരെയും ജൂതവിരുദ്ധതയ്ക്ക് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഒരു അജണ്ടയാണത്. അതിനെ പറയുന്ന പേരാണ് സയനിസ്റ്റ് എന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പേര്? അതായത് ജൂതനെ മറ്റുള്ളവരുടെ മുൻപിൽ തെറ്റിദ്ധരിപ്പിക്കുക, അതിനെയാണ് സയനിസ്റ്റ് എന്ന് പറയണേ. അതുപോലെ തന്നെയാണ് ക്രൂസിഡൈസ് എന്ന് പറയും, ക്രിസ്ത്യാനിയെ മറ്റുള്ളവരുടെ മുൻപിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഇതൊക്കെ അവരുടെ ഒരു അജണ്ടയാണ്. ഇനി ഗാസയിൽ പട്ടിണി കിടക്കുന്നത് സാധാരണ ജനങ്ങൾ മാത്രമാണ് അല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ. കുട്ടികൾ പട്ടിണി കിടക്കുന്നു, വിശന്ന് കരയുന്നു, അവസാനത്തെ ചോറും പറ്റ് വരെ വലിച്ചു കുടിക്കുന്നു, എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. പക്ഷെ അവിടെ പട്ടിണി കിടക്കുന്നത് സാധാരണ ജനങ്ങൾ മാത്രമാണ്. അവരുടെ നേതാക്കളെ കുറിച്ച് ചിന്തിച്ച് നോക്കിയാൽ അവർ സുഖലോലുപരായിട്ട് കഴിയാണ്. ഈ ഗാസയിൽ സാധാരണ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഈ ഹമാസിനെ ഇല്ലാതാക്കാനാണ്. 100,000 പേരെങ്കിലും പുറത്തു പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവിടേക്ക് കാലിൽ വെടിവെച്ച് ഭീഷണിപ്പെടുത്തി അവരെ അവിടെ തന്നെ ഇട്ടേക്കാണ്. കാരണം എന്താ? അവരെ വെച്ച് തെറ്റിദ്ധരിപ്പിച്ച് മീഡിയാസിലൂടെ ലോകത്തിന് മുമ്പിൽ കരയാൻ കാണിച്ച് വ്യാജ പ്രചരണം നടത്തി അവരുടെ പേരിൽ കൊണ്ടുവരുന്നതൊക്കെ തിന്ന് സുഖിച്ച് പൊളച്ച് നേതാക്കന്മാർ അവിടെ കഴിയാണ്. അന്ന് ഒക്ടോബർ 7 ഭീകരാക്രമണം നടന്നില്ലേ ഇസ്രായേലിൽ? അന്ന് അവിടെ ഒരു ഭീകരൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കനെ പിടിച്ചു, മുഹമ്മദ് അഹാന. ആ മുഹമ്മദ് അഹാനയെ പിടിച്ചപ്പോൾ അവൻ്റെ ഒരു ഫോൺ കോൾ അന്ന് പുറത്ത് വിട്ടിരുന്നു. നമ്മളൊക്കെ അത് കേട്ടതാണല്ലേ. അപ്പം അവൻ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവൻ്റെ ഉപ്പയോട് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ്? ഉപ്പയുടെ ഈ മകൻ തള്ളാഹുവിന് വേണ്ടി 10 ഇസ്രായേൽക്കാരെ ഈ കൈകൾ കൊണ്ട് കൊന്നൂന്ന് അഭിമാനപൂർവ്വമാണ് അവൻ അത് ഉപ്പയോട് പറയുന്നത്. ആ വീരപ്രവൃത്തിയുടെ വീഡിയോകളൊക്കെ ആ കുടുംബത്തിന് അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് ഉമ്മ പറയുന്നുണ്ട്, എന്ത് മോനെ, തള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ എന്നൊക്കെ. സഹോദരൻ അപ്പളേക്കും വിളിച്ചു പറഞ്ഞ് തള്ളാഹു കുക്കും പറഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോസിൽ കേട്ടതാ. അപ്പോൾ എന്താണ്? ആ കുടുംബം മൊത്തം അവർ ഖുർആൻ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഗുണമാണ് ആ കുടുംബം കാണിച്ചത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് നെതന്യാഹു ആ കുടുംബത്തിന് ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നു. ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് അവർ പറഞ്ഞു, ആ അവനെ തീർത്ത കഥ പറഞ്ഞു കൊടുത്തു എന്ന്. അതായത് എന്താണ്? ഇസ്രായേൽ സ്കെച്ച് ഇട്ടാൽ അത് ഇട്ടതാ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അത് ഈ കൊച്ചു കേരളത്തിലായാലും ഇസ്രായേലിനെതിരെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കെച്ചിടും, ഉറപ്പാ. ഹമാസ് അന്ന് പിടിച്ചുകൊണ്ടുപോയ തീവ്രവാദികളിൽ ഇനിയും കിട്ടാനുണ്ട് കുറേ പേരെ. 50 പേരിൽ 30 പേര് മരിച്ചു എന്നാണ് അനുമാനിക്കുന്നത്. ബാക്കി 20 പേരെങ്കിലും ഉണ്ട്. അവരെ തിരിച്ചു കൊടുത്താൽ ഇത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ യുദ്ധം. പക്ഷെ അവർ തിരിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. കാരണം എന്താണ്? അത് പലതാണ്. അതിൽ ഒന്നാണ് ഇത് മുതലാക്കിക്കൊണ്ട് ഇസ്രായേലിൽ പ്രശ്നമുണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം. മനസ്സിലായോ? അതായത് തങ്ങളുടെ സഹോദരങ്ങൾ, അതായത് ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ തങ്ങളുടെ സഹോദരങ്ങൾ ബന്ദികളായി കിടക്കുന്നവർ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവർ ഈ രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രക്ഷോഭണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം അവർ സഹോദരങ്ങളെ തിരിച്ചു കിട്ടണം, അതുകൊണ്ട് യുദ്ധം നിർത്തുന്നു. അപ്പോൾ അതും അവരുടെ അജണ്ടയാണ്.
അപ്പോൾ അതിനും കൂടിയിട്ടാണ് ഗവൺമെൻറ്റിനെതിരെ ആളുകളെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇസ്രായേൽ ഗവൺമെൻറ് യുദ്ധം ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, അവർ ഇസ്ലാം ഭീകരതയ്ക്ക് എതിരെ കൂടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അടുത്തിടെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ, അതായത് ഇതിന് മറുപടി എന്നാണ്, ഈ പ്രക്ഷോഭണങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന ആ രാജ്യത്തുണ്ടാകുന്ന പ്രക്ഷോഭണങ്ങൾക്ക് മറുപടി എന്നോണം അവരുടെ ഒരു ഇംഗ്ലീഷ് പത്രമായിരുന്ന ഇസ്രായേലിൻ്റെ അവിടുത്തെ ഇംഗ്ലീഷ് ദിനപത്രമാണ് ഇസ്രായേൽ പോസ്റ്റ് എന്ന് പറയുന്ന ആ പത്രത്തിൽ നമ്മുടെ മോദിയെ, ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് ഒരു ഒപ്പീനിയൻ വന്നായിരുന്നു. ലേഖനമല്ല, ഒരു ഒപ്പീനിയൻ വന്നായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: ദേശീയ അഭിമാനം എന്നത് ലക്ഷറി അല്ല, ദൂര അഭിമാനമായ തന്ത്രമായ സമ്പത്താണ്. അതായത് മോദിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. അതായത് ഇസ്രായേൽ തൻ്റെ നിലപാടും സുരക്ഷയും സംരക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് പഠിക്കണം. ദേശത്തിനോടൊരു അഭിമാനം ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. ദേശത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാകണം, നാഷണൽ പ്രൗഡ്. അപ്പം അത് ഇന്ത്യയെ നോക്കി പഠിക്കാനാണ് ആ ദിനപത്രത്തിൽ പറയുന്നത്. പക്ഷേ ജൂതന്മാർക്കറിയില്ലല്ലോ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ ശത്രുക്കളെ തന്നെ കൊണ്ട് നടക്കുകയാണെന്ന്. അവർ വിചാരിച്ചിരിക്കുന്നത് മോദിയെ പോലുള്ളവരാണ് ഈ ഇന്ത്യയിൽ മൊത്തം എന്നാണ്. പക്ഷേ സത്യം നമുക്കല്ലേ അറിയുള്ളൂ, ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ ശത്രുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ വരെ നടത്തിയിട്ട് അതിന് വരെ ചീത്തവിളി എന്തോരം കേട്ടു. അപ്പോൾ അത് ദേശാഭിമാനം ഉള്ളവരാണ്, മോദിയെ പോലെ ഇന്ത്യയിലുള്ളവരൊക്കെ ദേശാഭിമാനികളാണ് എന്നാണ് ഈ യഹൂദന്മാർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു പരാമർശം ആ ദിനപത്രത്തിൽ കൊടുക്കാൻ കാരണം. അതുപോലെ തന്നെ മോദിയെ പറ്റി അഭിമാനപൂർവ്വം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ അടുത്തിടെ അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം അല്ലേ, ട്രംപിൻ്റെ താരിഫ് ഭീഷണി. ട്രംപ് മോദിയെ ക്ഷണിച്ചില്ലേ, പക്ഷേ അപ്പം മോദി എന്താ പറഞ്ഞേ? പോയില്ല. ഞാൻ ആ ഡേറ്റിൽ പകരം ഒരു ചെറു രാജ്യത്ത് അവരുടെ ക്ഷണം സ്വീകരിച്ച് പോകാമെന്ന് മുൻപേ വാക്ക് പറഞ്ഞിരുന്നു അല്ലേ. ട്രംപ് വിളിക്കുന്നതിന് മുൻപേ ഞാൻ ആ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മറുപടി പറഞ്ഞു അല്ലേ. അപ്പോൾ അമേരിക്ക എന്താ വിചാരിച്ചു? അത് ചെറിയ രാജ്യമല്ലേ, അമേരിക്കയെ പോലുള്ള ഒരു രാജ്യം മോദിയെ ക്ഷണിക്കുമ്പോൾ അതൊക്കെ വിട്ട് അവിടേക്ക് ചെല്ലും, ഓടി വരുമെന്ന് ട്രംപ് വിചാരിച്ചു. പക്ഷേ മോദി പോയില്ല. അഭിമാനപൂർവ്വം പോയില്ലെന്ന് മാത്രമല്ല, ആ ചെറു രാജ്യത്തേക്ക് ആ സമയം പോവുകയും പിന്നീട് 3 തവണ ട്രംപ് ഫോൺ വിളിച്ചു, എന്നിട്ടും മോദി എടുത്തില്ല എന്നാണ് പത്രത്തിൽ കൂടെ നമുക്ക് വായിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ വന്ന ആ സാഹചര്യത്തിൽ ട്രംപ് തന്നെയാണ് പിന്നീട് അവിടെ ഒരു വാർത്താ ഏജൻസിക്ക് കൊടുത്ത ന്യൂസാണ്, അടുത്ത ആഴ്ച അത് ഇന്ത്യയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്ന് അവസാനിക്കും എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് അവിടുത്തെ വാർത്താ മാധ്യമങ്ങളോട് പറയാണ്, അടുത്ത ആഴ്ച എനിക്ക് മോദിയുമായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയണേ. അതായത് പ്രതീക്ഷ മാത്രമാണ്, ഉറപ്പൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു താഴ്വിലേക്ക് നമ്മുടെ ട്രംപിനെ കൊണ്ടുവരാൻ മോദിക്ക് സാധിച്ചുവെങ്കിൽ അത് മോദിയുടെ ധൈര്യം തന്നെയല്ലേ. മനസ്സിലായി? അപ്പം തെറ്റ് കണ്ടാൽ എതിർക്കാനുള്ള ആ ഒരു ധൈര്യം അതും കൂടെ മോദിയിൽ നിന്ന് മാതൃകയാക്കണം. അതുകൊണ്ടും കൂടിയാണ് ഇസ്രായേൽ ഇന്ത്യയെ ഉദാഹരിച്ചുകൊണ്ട് ആ ഒരു പത്രത്തിൽ സംസാരിച്ചത്. ആ ദേശീയ അഭിമാനം മോദിക്കുള്ളതുപോലെ പലർക്കും ഇല്ല, നമ്മുടെ നാട്ടിലില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അതിന് ഉദാഹരണം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി അന്ന് റിവേഴ്സ് ടു സീ എന്ന് പറഞ്ഞ ഒരു ബാഗും തൂക്കി പാർലമെൻറ്റിലേക്ക് കയറി ചെന്നത് അല്ലേ. എന്താ റിവേഴ്സ് ടു സീ എന്ന് വെച്ചാൽ? അതായത് വെള്ളത്തിൽ ഒഴുക്കുക, അതായത് മുഴുവൻ ജൂതന്മാരെയും വെള്ളത്തിൽ ഒഴുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം എത്രയൊക്കെ ആയാലും ജൂതവിരുദ്ധത അവൻ്റെ രക്തത്തിലുണ്ടാവും. അപ്പോൾ യഹൂദന്മാർ മോദിയെ പ്രശംസിച്ചാലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മോദിയെ ചീത്ത പറയുന്നത് ഒരു ഹരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് സുഡാപ്പികൾക്കും കമ്മ്യൂണിസം രോഗമായിട്ടുള്ളവർക്കും എല്ലാം. ഞാൻ ഇന്നൊരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ BJP ആണെന്ന്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല, ഒരു സഭയിലും ഇല്ല. പക്ഷെ ക്രിസ്ത്യാനി അറിയണം, അതാണ് ഞാൻ ക്രിസ്ത്യാനികളോട് സംസാരിക്കുന്നത്. ഇസ്ലാം തീവ്രവാദത്തിൻ്റെ അജണ്ട എന്താണ്, നമ്മയും കൂടെ ക്രിസ്ത്യാനികളെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ആ അജണ്ട പൂർത്തിയാക്കുന്നതെന്ന് ഒരു ബോധ്യം വരുത്താനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്.
ഇപ്പോൾ മണിപ്പൂരിൽ തന്നെ ആ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കിയില്ലേ, എത്ര പേരെ കൂട്ടക്കൊല ചെയ്തു. നമ്മളെല്ലാം എന്ത് വിചാരിച്ചു, അത് അവർ ചെയ്തതാണെന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിച്ച് BJPക്കെതിരെ എന്താ പറയുക, ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിടാനായിട്ട്, അതിൻ്റെ അടിയിലൂടെ കൂട്ടക്കൊല ചെയ്യാനായിട്ടും, അതാണ് എന്താ പറയുക, ഇസ്ലാം തീവ്രവാദികളുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സഹോദര സ്നേഹം തുളുമ്പി കിടക്കുന്ന ക്രിസ്ത്യാനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടി ആവശ്യമാണ്. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം. അപ്പം അതിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. തെമ്മാടി രാഷ്ട്രമെന്ന് ഇസ്രായേലിനെ വിളിച്ച് കളിയാക്കുന്നവർ, നെതന്യാഹു കഴിഞ്ഞ ദിവസം ഒരു പരാമർശം പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. അതെന്താണ്? ഇങ്ങനെയാണ് പറഞ്ഞത് വ്യക്തമായിട്ട്, അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെച്ചാൽ അന്ന് യുദ്ധം അവസാനിക്കും, പക്ഷേ ഇസ്രായേൽ ആയുധം താഴെ വെച്ചാൽ അത് ഇസ്രായേൽ അവസാനിക്കും. സത്യമില്ല, എത്ര സത്യമാ നെതന്യാഹു അന്ന് പറഞ്ഞ കാര്യം. ഈ തീവ്രവാദികൾ ആയുധം താഴെ വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലാണ് ആയുധം താഴെ വെക്കുന്നതെങ്കിൽ ഇസ്രായേൽ തീരും, അവർ ഇസ്രായേലിനെ തീർക്കും. അത് നിലനിൽപ്പിനും കൂടി വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ അവർ എതിർക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ അതിലേക്ക് ഇടപെടുന്നില്ല? അതെന്തുകൊണ്ടാണ്? അവർക്കറിയാം നാളെ അവരുടെ രാജ്യത്തും ഇതുപോലെ തീവ്രവാദി ഒരു ആക്രമണം ഉണ്ടായാൽ അന്ന് ഇസ്രായേൽ സഹായിക്കില്ല. ഇനി എന്തുകൊണ്ടാണ് അവർ അഭയം കൊടുക്കാത്തേ? അങ്ങനെ കുറേ സഹതാപം പറയുന്നവരുണ്ടെങ്കിൽ അവരുടെ രാജ്യം തുറന്നിട്ട് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് അഭയാർത്ഥികളായിട്ട് കൊണ്ടുപോയിക്കൂടെ? അതെന്തുകൊണ്ടാണ് കൊടുക്കുക? അവർക്കറിയാം നാളെ അഭയാർത്ഥികളായി വന്നവരൊക്കെ ഇവിടുത്തെ രാജാക്കന്മാരാകുന്നു. അതാണ് ഇപ്പം നമ്മൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ അത്രയ്ക്കുള്ളൂ ഈ ചെറു രാജ്യം ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ഇത്രയ്ക്കും ധൈര്യം കിട്ടുന്നു എങ്കിൽ അവരുടെ കൂടെ ആരുണ്ട്? യഥാർത്ഥ ദൈവമുണ്ട്, ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ദൈവം അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് സാത്താൻ ജൂതനെ മുഖ്യ ശത്രുവായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സാത്താൻ തൻ്റെ ഏകലോക ഭരണം നടത്താൻ പോവുകയാണ്. ആരിലൂടെ? ഈ തീവ്രവാദി കൂട്ടങ്ങളായ ദുഷ്ടാത്മ സേനകളിലൂടെയും കൂടിയാണ് തുടങ്ങാൻ പോകുന്നത്. 2 രൂപത്തിലാണ് സാത്താൻ ലോകം മുഴുവൻ അവിടെ നിയന്ത്രണത്തിലാക്കാൻ പോവുക. അത് ഞാൻ എന്നും പറയാറുണ്ടല്ലോ, 2 കൂട്ടർ. ആരൊക്കെയാണ്? 1 ഈ ദുഷ്ടാത്മ സേനകൾ, 2 ഇലുമിനാലിറ്റീസ്. അതായത് എഫെസസ് ലേഖനം 6:12 വായിച്ചാൽ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രയെന്ന് അവിടെ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അവിടെ വ്യക്തമാണ് ദുഷ്ടാത്മ സേന എന്ന് പറയുന്നത് ഈ ഇസ്ലാം തീവ്രവാദികളാണ്. പിന്നെ ലോകാധിപന്മാർ, ഇലുമിനാലിറ്റീസ്. ഇന്നിപ്പോൾ ഇലുമിനാലിറ്റീസിലെ അംഗമാണല്ലോ ഈ ലോകത്തുള്ള എല്ലാ വലിയവന്മാരും. അപ്പോൾ ഈ 2 കൂട്ടരും കൂടിയിട്ടാണ് ഈ ലോകം സാത്താൻ്റെ കീഴിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ ഇസ്ലാം തീവ്രവാദത്തിന് അല്ലെങ്കിൽ ദുഷ്ടാത്മ സേനകൾക്ക് പണം കൊടുത്ത് സഹായിക്കുകയാണ് ഇലുമിനാലിറ്റീസ് ഇപ്പം ചെയ്യുന്നത്. പക്ഷേ ഭാവിയിൽ ഇവ രണ്ടും ഒന്നായി തല്ലാഹുവിന് വേണ്ടി ഈ ലോകം പിടിച്ചടക്കും. അങ്ങനെയാണ് സാത്താൻ 3.5 വർഷം ഭരിക്കാൻ പോകുന്നത്. വെളിപാട് 11:2 വായിച്ചു നോക്കിയാൽ അറിയാം. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും, അതായത് 3.5 വർഷം എന്നാണ്. അപ്പം അത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ലോകം പിടിച്ചടക്കാൻ പോകുന്നത് ഈ 2 കൂട്ടരിലൂടെയാണ്. അത് മനസ്സിലാക്കണം നിങ്ങൾ. വെളിപാട് 14:12 എന്നാ പറയുന്നത്? ദൈവകൽപ്പനയും യേശുവായിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്നാണ്. അപ്പോൾ വിശുദ്ധന്മാർക്ക് എന്താണ്? സഹനം ആവശ്യമുണ്ട്. എങ്ങനെ സഹിക്കുക? 10 കൽപ്പന പിടിച്ചു നിൽക്കണമെങ്കിൽ, പ്രമാണിക്കാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് സഹനം ആവശ്യമുണ്ട്. അപ്പോൾ കുറേ പേര് വിശ്വസിക്കുന്നത് ഇല്ല, ഈ 3.5 വർഷത്തിൻ്റെ ഭരണത്തിന് മുൻപ് തന്നെ തങ്ങൾ ഉൽപ്രാവണം ചെയ്യുമെന്നാണ്. പക്ഷെ അത് വെറുതെയാണ്. ഈ 3.5 വർഷം എല്ലാ സഹനങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ ഉൽപ്രാവണം ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അവന്മാരുടെ ശത്രുക്കൾ ജൂതന്മാരല്ലേ, യഹൂദന്മാരല്ലേ, ഞങ്ങളൊന്നല്ലല്ലോ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ലേ. പക്ഷേ ഇന്ന് അവരുടെ ലക്ഷ്യം യഹൂദന്മാരാണ് എങ്കിൽ അതിനുശേഷം തിരിയുക ആരുടെ നേർക്കായിരിക്കും? ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിശ്വാസികളുടെ നേർക്കായിരിക്കും. സത്യമാണ്.
ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലുള്ള ക്രൈസ്തവർ ഗാസയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ തീവ്രവാദികൾ നിറച്ചുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് തല പൊക്കാത്തത്? BJP ഗവൺമെൻറ് ഉള്ളത് കൊണ്ട്, അവരെ ഭയമുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പണ്ടേ അവർ തല പൊക്കിയേനെ. കാരണം അവരുടെ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു അജണ്ട കൂടിയാണ് ഇന്ത്യ പിടിച്ചടക്കുക എന്നുള്ളത്. കാരണം യഹൂദന്മാർ അന്ന് നാട് വിട്ട് പല സ്ഥലങ്ങളിലേക്ക് കൂട്ടപാലായനം ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ചു. ഹിന്ദുക്കൾക്ക് ആതിഥ്യ മര്യാദ കൂടുതലാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറേ യഹൂദന്മാർ ഇവിടെ ഉണ്ട് എന്നത് കൊണ്ട് തന്നെ ഈ ഖുറാനിൽ കൊതമത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യ പിടിച്ചടക്കണമെന്ന്. അപ്പോൾ അധികം വൈകാതെ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അതിന് വിലങ്ങ് തടിയായി ഇപ്പോൾ നിൽക്കുന്നത് ഈ BJPക്കാരുള്ള പേടി കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക്. ഇനി ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എന്താ ഒരു ടീച്ചർ കുട്ടികൾ കുറേ പേരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറച്ച് പറയുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വിശപ്പിനെ പറ്റി, വിശന്ന് കരയുന്ന ആ ഇതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാൽ ഈ തീവ്രവാദികൾ ചെയ്യുന്ന ക്രൂരതകൾ അതാരും കാണുന്നില്ല. പശ്ചിമ ബംഗാളിലെ മതം നോക്കി ബലാത്സംഗം ചെയ്തപ്പോഴും കാശ്മീരിൽ ഉടുതുണി പൊക്കി വെടിവെച്ച് കൊന്നില്ലേ? അപ്പോഴും 2015 പാകിസ്ഥാനിൽ 250 കുട്ടികളെ വെടിവെച്ച് കൊന്നു. അപ്പോഴും ഇസ്രായേലിൽ അവർ നരയാട്ട് നടത്തിയില്ലേ? സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ ടയർ കൂട്ടിട്ട് കത്തിച്ചു. എന്തിന്? അവരന്ന് പിടിച്ചുകൊണ്ടുപോയ ആ ബന്ദികളെ ഇന്നും പട്ടിണിക്കിട്ട് അവരുടെ വീഡിയോസ് കാണിച്ച് അവരുടെ മൃതശരീരങ്ങൾ വെച്ച് വിലപേശുമ്പോഴും ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനേത്രികൾക്ക്, സത്യക്രിസ്ത്യാനികൾക്ക് അപ്പോഴൊന്നും ഒരു കരച്ചിലും വന്നില്ലേ? ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയോ? അപ്പോൾ മണ്ടന്മാരായ ക്രിസ്ത്യാനികളെ, അടുത്തത് നിങ്ങളാണ്. BJPയെ കുറ്റം പറയുന്ന നിങ്ങൾ അവരുടെ സ്ഥാനമൊന്ന് ഒഴിഞ്ഞു നോക്കട്ടെ, അതോടുകൂടി തീർന്നു നിങ്ങൾ. ഇന്ത്യയിൽ ഇസ്ലാം ഭീകരത തല പൊക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരെ പേടിച്ചിട്ട് മാത്രമാണ്. അല്ല, ഇതൊന്നും അറിയാതെ വെറുതെ എന്താ പറയുക, ഒന്നാമത്തെ വ്യാജ പ്രചരണം, സത്യമേത് നുണ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയ. അതിന് പൊതുജനങ്ങൾ തന്നെ ഇറങ്ങണം. ഇപ്പോൾ തന്നെ ഇസ്രായേലിൽ താമസിക്കുന്ന എത്രയോ പേരാണ് വീഡിയോസ് ഇട്ടിട്ട് നമ്മൾക്ക് സത്യാവസ്ഥ കാണിച്ചു തരുന്നതല്ലേ. അത് പൊതുജനങ്ങൾ മീഡിയാസിലൂടെ കാണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സത്യം മനസ്സിലാവണേ. മീഡിയാസ് മൊത്തം ഫുൾ വാർത്തയിലൊക്കെ വ്യാജ പ്രചരണങ്ങളാണ്, എല്ലാം ഇവരുടെ കൂട്ടർ തന്നെയാണ്. അപ്പോൾ ആ സത്യം മനസ്സിലാക്കണം ആദ്യം തന്നെ. യഥാർത്ഥ ശത്രുവിനെ ആരാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീന്ന് കുത്തുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയിരുന്നാൽ, ഒരു അകലം പാലിച്ച് നിന്നാൽ ഭാവിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആക്രമണം വരുമ്പോൾ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. അതിനാൽ ഇസ്ലാം ഭീകരതയ്ക്കെതിരെയാണ് ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം. ലോകത്തിന് വേണ്ടി, മതേതര സംഘടനകൾക്ക് വേണ്ടി, എന്തിന് നിനക്കും കൂടി വേണ്ടിയാണെന്നേ ഇസ്രായേലി നടത്തുന്ന പോരാട്ടം. അതിന് നിർലോഭമായ പിന്തുണ കൊടുക്കേണ്ടവരാണ് നിങ്ങൾ. അതിനായി ഹമാസ് ഹീറോ, ഇപ്പം അതാണല്ലേ ഹമാസ് ഹീറോ. ആ പ്രൊപ്പഗാൻഡ തകർത്ത് കളയണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് നാളെ ഈ അവസ്ഥ വന്നാൽ എന്താണ് ഉണ്ടാവുക, നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് എന്താണ് ഉണ്ടാവുക എന്ന്. അല്ലാതെ കണ്ണടച്ച് പാല് കുടിക്കുന്നവരെ പോലെ ഈ ലോകത്ത് എന്തൊക്കെ നടന്നാലും ഞങ്ങൾ റീൽസിലും ഞങ്ങളുടെ സുഖലോലുപതയിലും ഞങ്ങളുടെ മക്കൾ ഹയർ സ്റ്റാൻഡേർഡ് ഇതിൽ കൊടുക്കാൻ, എഡ്യൂക്കേഷൻ കൊടുക്കാനും പല സ്ഥലങ്ങളിലേക്ക് വിടാനും വീട് പണി, ആ ഒരു നെട്ടോട്ടത്തിനിടയിൽ നിങ്ങളിതെല്ലാം മനഃപൂർവ്വം മറന്നു കളയാണ്. സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോഴേ നിങ്ങൾ പഠിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ സത്യം മനസ്സിലാക്കിയിരിക്കുന്ന മുൻപേ തന്നെ. അല്ലാണ്ട് എല്ലാവരും അങ്ങനെ പറയണം, അപ്പം അതായിരിക്കും സത്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോവല്ല വേണ്ടത്. സത്യം അന്വേഷിക്കണം. എഫേസ്യർക്കെതിരെ ലേഖനം 6:13 പറയുന്നുണ്ട്, നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും
കഴിയേണ്ടതിന് എന്താ ചെയ്യേണ്ടതെന്ന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുക്കണം. അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളെടുത്ത് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനാൽ ജാഗരിച്ച് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിക്കൊള്ളുവിൻ എന്നാണ് അവിടെ പറയുന്നത്. അന്വേഷിക്കുവിൻ കണ്ടെത്തുന്ന കർത്താവ് പറയുന്നേ അല്ലേ. ദൈവത്തെയും അന്വേഷിക്കണം. ദൈവം എന്താ പറഞ്ഞേ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് വീക്ഷിക്കുന്നു എന്ന ബൈബിളിൽ പറയുന്നല്ലേ. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ആ സത്യം അരയിൽ കെട്ടി നീതിയുടെ കവചം ധരിച്ച് വിശ്വാസത്തിൻ്റെ പരിചയം പിടിച്ച് വചനമെന്ന വാളും എടുത്തുകൊണ്ട് ദൈവത്തിനുള്ള ഭടന്മാരായിട്ട് അണിനിരക്കണം. മനസ്സിലായി? അതിന് ധൈര്യം വേണം. നാളെ അവൻ്റെ ദൈവത്തിനായി നിന്റെ തല അറുക്കാൻ വരുമ്പോൾ തല്ലാഹു ഹുക്കുംബർ എന്ന് പറഞ്ഞ് നിന്റെ തല അറുക്കാൻ വരുമ്പോൾ അവരുടെ മെയിനായിട്ട് അവർ കൊല്ലണത് തല അറുത്തിട്ടല്ലേ. ആ 100 ക്രിസ്ത്യാനികൾ തലയെറുത്ത് കൊന്നിട്ട് ഉടലേത് തലയേത് എന്ന് അവർക്കത് ബന്ധിപ്പിച്ച് നോക്കേണ്ട സ്ഥിതിയായി എത്ര മരണം നടന്നു എന്ന്. മനസ്സിലായി? അപ്പം അങ്ങനെ തലയെറുക്കാൻ വരുമ്പോൾ അവനത് പറയണേക്കാൾ നുപ്പാട് തല്ലാഹു ഫക്കറാണടാ, ഞങ്ങളുടെ ദൈവം യഹോശുവ മശിഹ ആണടാ, ലാഹിലാഹ ഇല്ലാഹ് യഹോശുവ മശിഹ എന്ന് പറയാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ ആ സമയത്ത് ഒന്നും കിട്ടില്ല. നിങ്ങൾ ഒരിക്കൽ അപ്പ ഞങ്ങൾ പറഞ്ഞോളാന്ന്. അത് ഇന്നേ പോരാടണം. അവസാനം എന്തായാലും ഇവന്മാർ ലോകം കീഴടക്കും. അത് കർത്താവ് അനുവദിച്ചിട്ടുള്ളതാണ്. സാത്താൻ്റെ 3.5 വർഷം. ആ സമയത്ത് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ആത്മാവിൻ്റെ സഹായം ദൈവം തീർച്ചയായിട്ടും പിടിച്ചു നിർത്തും. ദൈവം നമ്മളെ സഹായിക്കും. അതിനാണ് ശബാത്ത് അടയാളമാക്കി നമ്മൾ കൊണ്ടു നടക്കുന്നത്. ദൈവത്തിൻ്റെ അടയാളം. ശബാത്ത് ദൈവത്തിൻ്റെ അടയാളമാണ്. ആ അടയാളം അണിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം കാക്കും ഇനി വരാൻ പോകുന്ന ആ സമയത്ത്. അപ്പോൾ സഹനത്തിൻ്റെ നാളുകൾ വിദൂരമല്ല. പക്ഷെ ആ നാളുകൾ നമ്മെ അപേക്ഷിച്ച് വിശുദ്ധരെയും വൃദ്ധന്മാരെ അപേക്ഷിച്ച് ചുരുക്കുമെന്ന കർത്താവ് പറയുന്നേ അല്ലേ. അപ്പോൾ അതിന് ശേഷമാണ് ആബ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത്, യേശുവ. മനസ്സിലായോ? അതിലാണ്ട് ഇതെല്ലാം നടക്കുന്നതിന് മുൻപ് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മുകളിലേക്ക് വായം തുറന്ന് നോക്കിയിരുന്നാൽ മതി. മനസ്സിലായോ? ഇതെല്ലാം സഹിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആബ വരുന്നത്. നമ്മുടെ ദൈവം യേശുവ വരുന്നത്. മനസ്സിലായ? അപ്പോൾ യേശുവ വരുമ്പോൾ ഈ സാത്താൻ സേനയെ തകർക്കും. ശ്വാസം കൊണ്ട് തന്നെ ഒരുപാട് പേരെ കൊന്നുകളയും. അപ്പോൾ ആ അവസാന നിമിഷത്തേക്കായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരാണല്ലേ. വിളക്കേന്തിയ 5 കന്യകകളെ പോലെ എണ്ണ കരുതിയ വിളക്ക്, വെറും വിളക്ക് ഏന്തിയിട്ട് കാര്യമില്ല, എണ്ണ കരുതിയ വിളക്ക് ഏന്തിയ 5 കന്യകകളായിട്ട് മാറണമെങ്കിൽ ബുദ്ധി വേണം. ഈ ലോകത്ത് നടക്കുന്നത് എന്താണ് എന്ന് നീ തിരിച്ചറിയണം. അവരുടെ അജണ്ടകളെ തിരിച്ചറിയണം. സാത്താനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പേടിയാണ് ക്രിസ്ത്യാനിക്ക്. പക്ഷെ സാത്താൻ്റെ കാര്യങ്ങളും കൂടെ അറിഞ്ഞാലാണ് അവൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്നും കൂടി അറിഞ്ഞാലാണ് നമ്മൾക്ക് അതിനെ ചേർത്ത് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ എപ്പോഴും സുഖം വരും, സന്തോഷം വരും, അനുഗ്രഹം കിട്ടും, യേശുവ ദൈവം വന്ന് നിന്നെ ഉടലോടുകൂടി കൊണ്ടുപോകും എന്നൊക്കെ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നാൽ അതല്ല യഥാർത്ഥ സുവിശേഷം. വരാൻ പോകുന്ന കാര്യങ്ങൾ അത് നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും വിളിച്ചു പറയുന്നവൻ, അതാണ് യഥാർത്ഥ പ്രവാചകൻ. അത് അറിഞ്ഞ് നമ്മൾ നന്മ ചെയ്യാനും നീതി പ്രവർത്തിക്കാനും ദൈവഭയത്തോടു കൂടി ജീവിക്കാനും പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ക്രിസ്ത്യാനികളോടാണ് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നത്. നമ്മൾ നമ്മുടെ മുഖ്യ ശത്രുവിനെ തിരിച്ചറിയണം. അല്ലാതെ സഹോദര സ്നേഹം തുളുമ്പിക്കൊണ്ട് എല്ലാവരും ഒരുപോലെ, എല്ലാവരുടെ ദൈവം ഒരുപോലെയാണ് എന്ന് വിചാരിച്ച് നടക്കണ്ട. യഥാർത്ഥ ദൈവം നമ്മുടെ ദൈവമാണ്, ഇസ്രായേലിൻ്റെ ദൈവമാണ്, യഹോശുവ മശിഹ യേശുവായാണ് എന്ന് തിരിച്ചറിവുള്ള ആ ബോധ്യമുള്ള ദൈവത്തിൻ്റെ മക്കൾ യഥാർത്ഥ സാത്താനെ തിരിച്ചറിഞ്ഞ് വെച്ചാൽ നാളെ അവനോട് പോരാടി ഇപ്പോഴേ മനസ്സുകൊണ്ട് ഒരുക്കമായിട്ട് നിന്നാൽ നാളെ അവനോട് പ്രതിരോധിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ജ്ഞാനവും എല്ലാം നിനക്ക് ആബ തരും. അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ ഹീബ്രു വേർഡ് ഏലിയോൺ എന്നാണ്. നമ്മൾ ശബാത്തിന് പാട്ട് പാടുമല്ലോ അല്ലേ.
ഷാലോം അലൈഹി. അപ്പോൾ അതിൽ ഏലിയോൺ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഏലിയോണിൻ്റെ അർത്ഥം എന്താണ്? ELYON, ഏലിയോൺ. ഏലിയോൺ എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ ഹയസ്റ്റ് എന്നാണ്, അതായത് ഉന്നതൻ. നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ഉന്നതൻ. ഏലിയോൺ എന്ന് വെച്ചാൽ ഉന്നതൻ. അപ്പോൾ ഞാൻ ഇതാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന വേർഡ്. നിർത്താണ്. അപ്പോൾ ഇതാണ് തീവ്രവാദത്തിൻ്റെ യഥാർത്ഥ മുഖം. അതെല്ലാവരും തിരിച്ചറിയുക. ശത്രു ആരാണെന്ന് തിരിച്ചറിയുക. എന്താണ് സാത്താൻ, ഏതാണ് സാത്താൻ, ആരാണ് സാത്താൻ, സാത്താൻ മതം ഏതാണ്, അത് തിരിച്ചറിഞ്ഞ് ആരിലൂടെയാണ് സാത്താൻ വരുന്നത്, 2 രൂപത്തിൽ ആരൊക്കെയാണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞിരുന്നാൽ ക്രിസ്ത്യാനിയെ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ പുരോഹിതൻ പഠിപ്പിച്ച ആ പാതയിലൂടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഓർത്തൂടെ ചെറിയ ആട്ടിൻകൂട്ടം അല്ലേ, അതായത് സ്വർഗത്തിലേക്കുള്ള വഴി നെരുക്കമുള്ളതും ഇടുങ്ങിയതുമാണെന്നല്ലേ കർത്താവ് പറഞ്ഞേ. അപ്പം അതിനകത്ത് ചിന്തിച്ചൂടെ, ഈ ലോകം പോണ പോക്ക് കൂട്ടത്തോടുകൂടി നരകത്തിലോട്ടാണെന്ന്. ചെറിയൊരു സമൂഹം മാത്രമാണ് തിരിച്ചു നടക്കുവാനുള്ള ധൈര്യം കാണിക്കുന്നതെങ്കിൽ ആ ചെറു സമൂഹമല്ലേ ദൈവത്തിലേക്കുള്ളത്. പക്ഷെ എത്ര പറഞ്ഞു കൊടുത്താലും ക്രിസ്ത്യാനികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ നിർത്താണ്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാ അബ്ജി.